ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു iStudio Online. ഞാൻ രാജീവ്. ഇന്ന് നമ്മൾ ഒരു ചെറിയ ലൈറ്റ് റൂം ട്യൂട്ടോറിയലാണ് നോക്കുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ഫോട്ടോ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിലും ഉണ്ടായിരുന്നു. ഈ ഫോട്ടോയിൽ നമുക്ക് ഒട്ടനവധി കളേഴ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഫോട്ടോ ചൂസ് ചെയ്തത്. ഈ ഫോട്ടോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് സെലക്റ്റീവ് കളർ നമുക്ക് ഫോട്ടോ ലൈറ്റ് റൂമിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫോട്ടോയിൽ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന എഡിറ്റ്സ് മാറ്റാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു വിർച്വൽ കോപ്പി ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഫോട്ടോയിൽ, എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് വിർച്വൽ കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഓക്കെ, ക്രിയേറ്റ് വിർച്വൽ കോപ്പി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു വിർച്വൽ കോപ്പി ക്രിയേറ്റ് ചെയ്യും. അതായത് സെയിം ഫോട്ടോയുടെ തന്നെ വേറൊരു കോപ്പി ഇവിടെ ക്രിയേറ്റ് ചെയ്യും. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ ചെയ്ത എഡിറ്റ്സ് ഫോട്ടോയിൽ നിന്ന് പോകാതെ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക എന്ന് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോ റീസെറ്റ് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ നമുക്കിതാക്കാം. ഞാനപ്പോൾ റീസെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഇരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റീസെറ്റ് ചെയ്തത് നമ്മുടെ വിർച്വൽ കോപ്പിയിൽ മാത്രമേ റീസെറ്റ് ആയിട്ടുള്ളൂ. നമ്മുടെ ഒറിജിനൽ ഫയലിലൂടെ കിടപ്പുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ എഡിറ്റ്സിന് മുമ്പുള്ള ഫോട്ടോ ഇതാണ്. നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ഞാൻ ചെറുതായിട്ടൊന്ന് നമ്മുടെ ഹൊറൈസൺ ഒന്ന് സ്ട്രെയിറ്റ് ആക്കുന്നു. നമ്മുടെ ഹൊറൈസൺ ഞാൻ സ്ട്രെയിറ്റൻ ചെയ്തു. നമ്മളിപ്പോൾ ചിത്രത്തിന് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ്നെസ് കൊണ്ടുവരണം എന്ന് വിചാരിച്ചാൽ എക്സ്പോഷർ സ്ലൈഡറിൽ ഇൻക്രീസ് ചെയ്താൽ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നെസ് കൂടുന്നുണ്ട്, പക്ഷേ ഈ നമ്മുടെ സ്കൈ ഏരിയയിലൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പോഷർ ഒന്ന് റീസെറ്റ് ചെയ്യാം. എക്സ്പോഷർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ ചിത്രത്തിലെ കളേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ചെറുതായിട്ട് വൈബ്രൻസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, വൈബ്രൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ചിത്രത്തിലെ കളേഴ്സ് കൂടുന്നുണ്ട്, പക്ഷേ ചില പോർഷൻസിൽ കളർ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ വൈബ്രൻസും റീസെറ്റ് ചെയ്യുന്നു. നമുക്ക് സാച്ചുറേഷൻ നോക്കാം. സാച്ചുറേഷനിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കളർ ഇൻക്രീസ് ആകുന്നുണ്ട്, പക്ഷേ നമ്മുടെ ടോപ്പ് പോർഷനിലൊക്കെ ഒരു വൈറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടെമ്പറേച്ചർ ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നു. ഇപ്പോൾ ഒരു 5550 കെയിലാണ് ടെമ്പറേച്ചറിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂയിഷ് കളർ നമ്മുടെ ചിത്രത്തിന് കുറച്ച് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ബ്ലൂയിഷ് കളർ നമ്മുടെ ചിത്രത്തിൽ വന്നു. ഇനി ഞാൻ ഹൈലൈറ്റ്സ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നു. ഹൈലൈറ്റ്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമ്മുടെ സ്കൈ ഏരിയയിൽ നമുക്ക് കിട്ടുന്നു. ഫുള്ളായിട്ട് കുറച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ഹൈലൈറ്റ്സ് കിട്ടും. എങ്കിലും ഞാൻ അത്രയും കുറയ്ക്കുന്നില്ല, ഒരു പരിധി വരെ ഹൈലൈറ്റ്സ് കുറയ്ക്കുന്നു. എന്നിട്ട് നമുക്കിവിടെ ചിത്രത്തിൽ നോക്കിയാൽ ഒന്ന് രണ്ട് സ്പോട്ട്സ് കാണാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു ക്യാമറയുടെ സെൻസറിൽ സ്പോട്ട്സ് ഉണ്ടായിരുന്നു എന്ന് കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്പോട്ട് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് നോക്കാം. സ്പോട്ട് റിമൂവൽ ടൂൾ എടുക്കുന്നു. ജസ്റ്റ് എവിടെയൊക്കെയാണോ സ്പോട്ട് ഉള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്പോട്ട് റിമൂവ് ചെയ്യപ്പെടുന്നു ചിത്രത്തിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ചിത്രത്തിൽ ഇനിയും നമ്മൾ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ചിത്രമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കുറച്ചപ്പോൾ നമുക്ക് കുറച്ച് നല്ലൊരു ഫീൽ കിട്ടി, പക്ഷേ നമ്മുടെ ആ ഒരു ഓറഞ്ച് കളറൊന്നും പുറത്തേക്ക് വരുന്നില്ല. നമുക്കത് രണ്ട് രീതിയിൽ ചെയ്യാം. നമുക്ക് എങ്ങനെ ആ ഒരു സെലക്റ്റീവ് കളർ, അതായത് ഓറഞ്ച് എന്ന് പറയുന്ന കളറിൻ്റെ മാത്രം ബ്രൈറ്റ്നെസ് നമുക്ക് എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ലാൻഡ് ഏരിയയിൽ കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് ചില ഏരിയകളിൽ മാത്രം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഗ്രാജുവേറ്റഡ് ഫിൽറ്റർ എടുത്തിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഒരു ഗ്രാജുവേറ്റഡ് ഫിൽറ്റർ ഞാൻ കൊണ്ടുവരുന്നു. ഇതിൻ്റെ ബേസിക്സ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ കറക്റ്റ് ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക്സ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാജുവേറ്റഡ് ഫിൽറ്റർ ഞാൻ കൊണ്ടുവന്നു. ഈ ഫിൽറ്ററിൽ ഞാൻ നമ്മുടെ എക്സ്പോഷർ ചെറുതായിട്ട് കൂട്ടുന്നു. ഒത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ ചിത്രത്തിൽ ഗ്രെയിൻസ് വരും. ഞാൻ ഇത്രയും വരെ നമ്മുടെ എക്സ്പോഷർ കൊണ്ടുവരുന്നു. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എക്സ്പോഷർ എല്ലാ ഏരിയയിലും വേണ്ട, നമ്മുടെ ഈ ചിത്രത്തിലെ ബ്രൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രം ഈ ഒരു എക്സ്പോഷർ കൊണ്ടുവന്നാൽ മതി. നമുക്ക് റേഞ്ച് മാസ്കിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലൈറ്റ് റൂം CC മുതലുള്ള വേർഷനുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ റേഞ്ച് മാസ്കിങ്ങിൽ ലൂമിനൻസ് സെലക്ട് ചെയ്യുന്നു. ലൂമിനൻസ് സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു ബ്രൈറ്റ്നസ് ഇൻക്രീസ് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ കുറച്ചും കൂടെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നു ബ്രൈറ്റ്നസ് ഇൻക്രീസ് നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളൊരു കളർ റേഞ്ച് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആക്ച്വലി ഡാർക്ക് ഏരിയയിലാണ്. ഡാർക്ക് ഏരിയയിൽ ഈ ബ്രൈറ്റ്നസ് കൂട്ടണോ വേണ്ടയോ, അല്ലെങ്കിൽ നമ്മുടെ ബ്രൈറ്റ് ഏരിയയിൽ മാത്രം കുറച്ചും കൂടെ കൂട്ടിയാൽ മതിയോ എന്നാണ് നമ്മളുടെ ലൈറ്റ് റൂമിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ലൈറ്റ് ഏരിയ മാത്രം കുറച്ചും കൂടെ ലൈറ്റ് ആക്കിയാൽ മതി. ഞാൻ അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ റേഞ്ച് മാസ്കിങ് കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈറ്റ് ഏരിയ മാത്രം ഞാൻ കുറച്ചും കൂടെ ബ്രൈറ്റ് ആക്കി. ബാക്കി ഏരിയയിൽ ഈ നമ്മൾ കൊണ്ടുവന്ന ആ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി ഞാൻ നമ്മുടെ സ്മൂത്ത്നെസ് കുറച്ചൊന്ന് കുറയ്ക്കുകയാണ്. സ്മൂത്ത്നെസ് കുറയ്ക്കുമ്പോൾ കുറച്ചും കൂടെ
പ്രിസൈസ് ആയിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടും. നമുക്ക് കുറച്ച് നമ്മുടെ ചില ഭാഗങ്ങൾ നമ്മൾ കുറച്ചും കൂടെ ബ്രൈറ്റ് ആക്കി, പക്ഷേ നമുക്കത് അത്ര വിസിബിൾ അല്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ബ്രൈറ്റ് ഏരിയയിൽ ചെറിയൊരു ഓറഞ്ച് കളർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതായത് ഈ സ്കൈയിലെ ഓറഞ്ച് കളർ നമ്മുടെ ലാൻഡ് ഏരിയയിലും ഈ വെള്ളത്തിലും ചെറുതായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ചെറിയതായിട്ട് നമ്മുടെ ഈ പോർഷനിൽ മാത്രം ഒരു ഓറഞ്ച് കളർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓക്കെ, ഞാനങ്ങനെ ഒരു ഓറഞ്ച് കളർ ഞാൻ അസൈൻ ചെയ്തു ഈ ഒരു പോർഷനിൽ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്കൈയിലെ ഈ ഓറഞ്ച് കളർ കുറച്ചും കൂടെ ബ്രൈറ്റ് ആക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് വേറെ ഒരു രീതിയിൽ സെലക്റ്റീവ് കളർ ചെയ്യാവുന്നത് നമ്മുടെ HSL പാനലിൽ പോയാൽ നമുക്ക് സെലക്റ്റീവ് കളർ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴേക്കും മുകളിലേക്കും പോകണം. അതിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു രീതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പാനലുകളുടെ മുകളിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ സോളോ മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സോളോ മോഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പാനലാണോ ഓപ്പൺ ചെയ്യുന്നത് അത് മാത്രം ഓപ്പൺ ആയിട്ടിരിക്കും. ഇപ്പോൾ ഞാൻ ടോൺ കർവ് ഓപ്പൺ ചെയ്താൽ ബാക്കി എല്ലാ പാനലും ക്ലോസ് ആയി, ഈ ഒരു പാനൽ മാത്രമേ നമുക്ക് ഓപ്പൺ ആവും. അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യാതെ എല്ലാ പാനലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്യാം. ഇനി ഞാൻ HSL പാനലിൽ വരുന്നു. നമ്മുടെ ഓറഞ്ച് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാനുണ്ട്. HSL പാനലിൽ ഞാൻ ലൂമിനൻസിൽ വന്നിട്ട് ഓറഞ്ചിൻ്റെ ലൂമിനൻസ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ സാച്ചുറേഷൻ ചെറുതായിട്ടൊന്ന് കൂട്ടുന്നു. ഓക്കെ, അപ്പോൾ ഓറഞ്ചുള്ള ഏരിയകളെല്ലാം നമുക്ക് സാച്ചുറേഷൻ ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കൈയുടെ അതായത് ബ്ലൂ കളറിൻ്റെ സാച്ചുറേഷൻ ഒന്ന് കൂട്ടണം. നമുക്ക് സ്ലൈഡർ യൂസ് ചെയ്തല്ലാതെ ഈ ബ്ലൂവിൻ്റെ സാച്ചുറേഷൻ ഏത് കളറിൻ്റെയും സ്പെസിഫിക് ആയിട്ട് കൂട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ചെറിയൊരു ബട്ടൺ പോലുള്ളൊരു ഐക്കണുണ്ട്. ഈ ഐക്കണിൽ പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിത്രത്തിൽ ഏത് കളറാണോ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടത് ആ കളറിൽ വെച്ച് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ആക്കിയാൽ ആ കളർ കൂടും, പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴോട്ടാക്കിയാൽ ആ കളർ കുറയും. ഞാനപ്പോൾ ബ്ലൂവിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പ്രസ് ചെയ്ത് മുകളിലേക്ക് ആക്കുമ്പോഴും നമ്മുടെ ചിത്രത്തിൽ ബ്ലൂവിൻ്റെ കളർ അല്ലെങ്കിൽ അക്വ കളർ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നമുക്ക് ഇത്രയും കൂട്ടണ്ട, അത് ചിത്രത്തിലേക്ക് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനപ്പോൾ ബ്ലൂവിൻ്റെ കളർ ചെറുതായിട്ട് കൂട്ടി. അപ്പോൾ നമ്മുടെ സ്ലൈഡറും ഇതിനനുസരിച്ച് ചെറുതായിട്ട് നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ചിത്രത്തിൽ നമ്മൾ ബ്ലൂവിൻ്റെ കളർ കൂട്ടി. ഇനി ഓറഞ്ചിൻ്റെ കളർ കൂട്ടണമെങ്കിൽ ജസ്റ്റ് സെയിം തന്നെ നമുക്ക് ചെയ്യാം. ഒന്നും കൂടെ നമ്മുടെ ഈ ബട്ടൺ പോലുള്ള ഓപ്ഷനിൽ പിടിച്ചിട്ട് നമ്മുടെ പോയിൻ്റർ ഓറഞ്ചിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് കൂട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓറഞ്ച് കളർ കൂടുന്നതായിട്ട് കാണാം. അങ്ങനെ ഓറഞ്ച് നമ്മൾ ചെറുതായിട്ട് കൂട്ടി. ഓറഞ്ചിൻ്റെ ലൂമിനൻസും എനിക്ക് ചെറുതായിട്ട് കൂട്ടണം. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ കളറിൽ വന്നിട്ട് ലൂമിനൻസ് എന്ന് പറയുന്ന ടാബിൽ വന്നിട്ട് ഓക്കെ നമ്മൾ ഈ ചെറിയ ബട്ടണിൽ കൊണ്ടുവന്ന് മുകളിലേക്ക് ആക്കുമ്പോൾ ലൂമിനൻസ് ആ ഓറഞ്ച് കളറിൻ്റെ ലൂമിനൻസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാം. അധികം കൂടിക്കഴിഞ്ഞാൽ വൃത്തികേടാകും. അങ്ങനെ ചെയ്യാതെ ശ്രമിക്കുക. അപ്പോൾ ലൂമിനൻസ് ഞാൻ ഇൻക്രീസ് ചെയ്തു. ഹ്യൂ ഒന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ജസ്റ്റ് ബേസിക് പാനലിൽ വരിക. ബേസിക് പാനലിൽ വന്നിട്ട് ടെമ്പറേച്ചർ ഞാൻ ചെറുതായിട്ട് ഒന്നും കൂടെ കുറയ്ക്കുന്നു, ആ ഒരു ബ്ലൂ എഫക്റ്റ് കൂടുതൽ വരാനായിട്ട് നമ്മുടെ ചിത്രത്തിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓറഞ്ചിൻ്റെ പോർഷൻ മാത്രം ഓറഞ്ച് കളർ കുറച്ച് കൂടുതൽ അസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. വേണമെങ്കിൽ ഇനിയും നമുക്ക് ആ ഓറഞ്ചിൻ്റെ കളർ കൂട്ടാം. പല രീതിയിൽ നമുക്കിത് ചെയ്യാം. ഞാൻ എല്ലാ രീതികളും നിങ്ങളെ കാണിക്കുകയാണ്. ചിലപ്പോൾ റേഡിയൽ ഫിൽറ്റർ ഒന്ന് സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ചിത്രത്തിൽ എവിടെയാണോ ഓറഞ്ച് ഉള്ളത് അത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ബേസിക്കലി ഡീഫോൾട്ടായിട്ട് നമ്മളൊരു റേഡിയൽ ഫിൽറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ ഫിൽറ്ററിന് പുറത്താണ് ഡീഫോൾട്ടായിട്ട് മിക്കവാറും നമ്മുടെ എഫക്റ്റ് വരുന്നത്. ഞാനിപ്പോൾ എക്സ്പോഷർ ചെറുതായിട്ടൊന്ന് കാണിക്കാം, ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത്രയും എക്സ്പോഷർ കൂട്ടിയപ്പോൾ ചിത്രത്തിന് അകത്തല്ല ആ എക്സ്പോഷർ ഇൻക്രീസ് വന്നത്, പുറത്താണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പോഷർ പഴയ രീതിയിലാക്കുന്നു. എന്നിട്ട് ഒരു ഓറഞ്ച് കളർ ഈ ചിത്രത്തിനുള്ളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ചിത്രത്തിൻ്റെ പുറത്താണ് ആ ഓറഞ്ച് എഫക്റ്റ് വന്നിരിക്കുന്നത് നമുക്ക്. ഓക്കെ, നമുക്കത് ചിത്രത്തിനുള്ളിലാണ് വരേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഇൻവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു പ്രത്യേക പോർഷനിൽ മാത്രം നമുക്ക് ഓറഞ്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഫിൽറ്ററിനുള്ളിൽ, റേഡിയൽ ഫിൽറ്ററിനുള്ളിൽ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ആ പർട്ടിക്കുലർ ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രം ഈ ഓറഞ്ച് കളർ കണ്ടാൽ മതി.
അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് റേഞ്ച് മാസ്കിൽ ലൂമിനൻസിൽ വരാം. ലൂമിനൻസ് ആണ് ബ്രൈറ്റ്നസ്സും ഡാർക്ക്നെസ്സും അനുസരിച്ച് നമ്മുടെ സെലക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെലക്ഷൻ ഇവിടെ ഒരു ഓറഞ്ച് കളറാണ്. അത് നമുക്ക് ബ്രൈറ്റ് ഏരിയാസിൽ മാത്രം മതി. അതുകൊണ്ട് ഞാൻ നമ്മുടെ സ്ലൈഡർ ബ്രൈറ്റ് ഏരിയാസിലേക്ക് മാത്രം ചുരുക്കുന്നു. എന്നിട്ട് നമ്മുടെ സ്മൂത്ത്നെസ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടുതൽ ഓറഞ്ച് കളറ് നമ്മൾ അപ്ലൈ ചെയ്തു. ബാക്കി ഏരിയയിലെല്ലാം ഒരു നീല കളറ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ നമുക്ക് നമ്മുടെ റേഡിയൽ ഫിൽറ്ററിൻ്റെ ഫെദറിങ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടാം. ഫെദറിങ് ഇത്രയും കൂട്ടി. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചിത്രമാണ് കിട്ടിയത്. ഞാൻ എക്സ്പോഷർ ചെറുതായിട്ടൊന്ന് കൂട്ടുന്നു, എന്നിട്ട് ഹൈലൈറ്റ്സ് കുറച്ചും കൂടെ കുറയ്ക്കുന്നു. ഓക്കെ, ഷാഡോസ് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ചിത്രം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഞാൻ ആദ്യം എഡിറ്റ് ചെയ്തത് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഈ ചിത്രത്തിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇതാണ്. പക്ഷേ ഞാൻ ആദ്യം എഡിറ്റ് ചെയ്ത ചിത്രം വേറൊരു കളർ ഗ്രേഡാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. രണ്ടാമത്തേൽ നമുക്ക് ഒരു ബ്ലൂവിൻ്റെ കളർ വന്നിരിക്കുന്നത് വേറൊരു ടൈപ്പ് ബ്ലൂ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സാച്ചുറേഷനോ ഒക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ സെയിം തന്നെ നമുക്ക് ആക്കാൻ സാധിക്കും. സാച്ചുറേഷന് പകരം ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് വൈബ്രൻസ് ആണ്. വൈബ്രൻസ് ഞാൻ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ഇത് ഇച്ചിരി ഓവർ ദ ടോപ്പ് എഡിറ്റിംഗ് ആണ്. വൈബ്രൻസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനൊരു എഫക്റ്റ് നമുക്ക് നമ്മുടെ ചിത്രത്തിൽ കിട്ടുന്നു. ഞാൻ ജസ്റ്റ് നമ്മൾ ചെയ്ത റേഡിയൽ ഫിൽറ്റർ ഒന്ന് റിമൂവ് ചെയ്യുന്നു, ജസ്റ്റ് എങ്ങനെയാണ് എന്ന് നോക്കാനായിട്ട്. റേഡിയൽ ഫിൽറ്റർ ഇല്ലെങ്കിൽ ഓക്കെ, ഞാൻ ആ റേഡിയൽ ഫിൽറ്റർ റിമൂവ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു പ്ലെയിൻ ചിത്രമാണ്, ഒരു പ്രത്യേക എഫക്റ്റ് നമുക്കില്ല. അതുകൊണ്ട് ഞാൻ ആ റേഡിയൽ ഫിൽറ്റർ വീണ്ടും റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ചിത്രം. ലൈറ്റ് റൂമിൽ ഫോട്ടോഷോപ്പിൻ്റെ സഹായമില്ലാതെ നമ്മൾ ഇത്രയും നല്ല എഡിറ്റിംഗ്, അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് റൂമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൻ്റെ ആവശ്യമില്ലാതെ തന്നെ പല കാര്യങ്ങളും ലൈറ്റ് റൂമിൽ ഇപ്പോൾ ചെയ്യാൻ സാധിക്കും. അതും ജസ്റ്റ് സ്ലൈഡേഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വലിയ ടെക്നിക്കലി വലിയ പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, നമുക്ക് എങ്ങനെ പല രീതിയിൽ സെലക്റ്റീവ് കളർ അറേഞ്ച്മെൻറ്റ്സ് നടത്താം ലൈറ്റ് റൂമിൽ. അതിന് കൂടെ തന്നെ നമുക്ക് സോളോ മോഡ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് ഞാൻ നിങ്ങളിവിടെ കാണിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോട്ടോഗ്രാഫി, ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം മുതലായ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. നമ്മുടെ ബേസിക്സ് ട്യൂട്ടോറിയലിൻ്റെ കണ്ടിന്യൂഷൻ ഇന്നല്ലെങ്കിൽ നാളെ ആഫ്റ്റർനൂൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.